ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഏകാദശസ്കന്ധം അഥ ഏകവിംശതിതമോऽധ്യായ. ശ്രീഭഗവാനുവാച. യ ഏതാന്മൽപഥോ ഹിത്വാ ഭക്തിജ്ഞാനക്രിയാത്മകാൻ ക്ഷുദ്രാൻ കാമാംശ്ചലൈ പ്രാണൈർജുഷന്ത സംസരന്തി തേ സ്വേ സ്വേ അധികാരേ യാ നിഷ്ഠാ സ ഗുണഃ പരികീർത്തിത വിപര്യസ്തു ദോഷ സ്യാദുഭയോരേഷ നിശ്ചയാം ശുദ്ധ്യശുദ്ധീ വിധീയേതേ സമാനേഷ്വപി വസ്തുഷു ദ്രവ്യസ്യ വിചികിത്സാർത്ഥം ഗുണദോഷോ ശുഭാശുഭോ ധർമാർത്ഥം വ്യവഹാരാർത്ഥം യാത്രാർത്ഥമിതി ചാനഘ ദർശിതോയം മയാചാരോ ധർമ്മമുദ്വഹദാന്ധുരം ഭൂമ്യംബഗ്നിനിലാകാശ ഭൂതാനാം പഞ്ചധാതവ ആബ്രഹ്മസ്ഥാവരാദീനാം ശാരീര ആത്മസംയുതാം വേദേന നാമരൂപാണി വിഷമാണി സമേഷ്വപി ധാതുഷുദ്ധവകൽപ്യന്തെ ഏതേഷാം സ്വാർത്ഥസിദ്ധയേ ദേശകാലാദിഭാവാനാം വസ്തൂനാം മമ സത്തമ ഗുണദോഷോ വിധീയേതേ നിയമാർത്ഥം ഹി കർമ്മണാം അകൃഷ്ണസാരോ ദേശാനാമബ്രഹ്മണ്യോ ശുചിർഭവേത് കൃഷ്ണസാരോപ്യസൗ വീര കേകടാ സംസ്കൃതേരിണം കർമ്മണ്യോ ഗുണവാൻ കാലോ ദ്രവ്യത സ്വത ഏവ വാ യതോ നിവർത്തതേ കർമ്മ സദോഷോ കർമ്മഗസ്മൃത ദ്രവ്യസ്യ ശുദ്ധശുദ്ധീ ച ദ്രവ്യേണ വചനേന ച സംസ്കാരേണാഥ കാലേന മഹത്വാദൽപദായഥ സംസ്കാരേണേധകാലേന മഹത്വാ അൽപതയാഥവാ ശക്ത്യാ ബുദ്ധ്യാ സമൃദ്ധ്യാ ച യദാത്മനെ അഘം കുർവന്തി യഥാ ദേശാവസ്ഥാനുസാരത ധാന്യദാർവസ്തിസ്തന്തൂനാം രസതൈജസചർമ്മണാം കാലവായുഗ്നിമൃത്തോയേ പാർത്ഥിവാനാം യുതായുധേ അമേധ്യലിപ്തം യദ്യേന ഗന്ധം ലേപം വ്യപോഹതി ഭജതേ പ്രകൃതിം തസ്യ തച്ഛൗജം താവദിഷ്യതേ സ്നാനദാനതപോവസ്ഥാ വീര്യ സംസ്കാരകർമ്മഭിः മൽസ്മൃത്യാ ചാത്മനഃ ശൗചം ശുദ്ധകർമാചരേദ്വിജ മന്ത്രസ്യ ച പരിജ്ഞാനം കർമ്മശുദ്ധിർമദർപ്പണം ധർമ്മ സമ്പദ്യതേ ഷഡ്ഭിരധർമ്മസ്തു വിപര്യയാ ക്വചിത് ഗുണോപി ദോഷഃ സ്യാദ് ദോഷോപി വിധിനാ ഗുണദോഷാർത്ഥ നിയമഃ തദ്ഭിദാമേവ ബാധതേ സമാനകർമാചരണം പതിതാനാം ച പാതകം ഔൽപത്തികോ ഗുണസംഗോ നശയാന പദത്യഥാം യദോ യദോ നിവർത്തേത വിമുച്യേത തതസ്ഥതാ യേഷ ധർമ്മോ നൃണാം ക്ഷേമ ശോകമോഹഭയാവഹ വിഷയേഷു ഗുണാഭ്യാസാദ പുംസ സംഗസ്തദോ ഭവേത് സംഗാ തത്ര ഭവേത് കാമാദേവ കലിർനൃണാം കലേർദുർവിഷഃ ക്രോധസ്തം അനുവർത്തതേ തമസാ ഗ്രസ്യതേ പുംസശ്ചേതനാ വ്യാപിനീ ധൃതം തയാ വിരഹിതഃ സാധോ ജന്തു ശൂന്യായ കൽപ്പതേ തദോസ്യ സ്വാർത്ഥവിഭ്രംശോ മൂർച്ഛിതസ്യ മൃതസ്യ ച വിഷയാഭിനിവേശേന നാത്മാനം വേദനാപരം വൃക്ഷജീവകയാ ജീവൻ വ്യർത്ഥം വസ്ത്രേ വയശ്വസൻ ഫലസുതിരിയം നൃണാം ന ശ്രേയോ രോചനം വരം ശ്രേയോ വിവക്ഷയാ പ്രോക്തം യഥാ ഭൈഷജ്യരോചനം ഉൽപത്യൈവ ഹി കാമേഷു പ്രാണേഷു സ്വജനേഷു ച ആസക്തമനസോ മർത്യ ആത്മനോ അനർത്ഥഹേതുഷോ നതാന വിദുഷസ്വാർത്ഥം ഭ്രാമ്യതോ വൃജനധ്വനി കഥം യുഞ്ജ്യാത് പുനസ്തേഷു താംസ്തമോ വിശദോ ബുധ ഏവം വ്യവസദം ഖേദിത് വിജ്ഞായ കുബുദ്ധയാ ഫലശ്രുതിം കുസുമിതാം ന വേദജ്ഞാ വദന്തി കാമിനഃ കൃപണാലുബ്ധോ പുഷ്പേഷു ഫലബുദ്ധയാ അഗ്നിമുഗ്ധാ ധൂമദാന്താ സ്വം ലോകം ന വിദന്തി തേ നദേ മാമംഗജാനം ഹൃദിസ്ഥം യൈദം യദാ ഉക്തശസ്ത്രാഹ്യ സുദൃഭോ യഥാ നീഹാരചക്ഷുഷാ
ते मे मदविज्ञाय परोक्षं विषयात्मकां हिंसायां यदि रागः स्याद् यज्ञ एव न चोदनां हिंसाविहाराह्यालब्धे पशुभिः स्वसुखेच्छया यजन्ते देवता यज्ञे पितृभूतपदीन् खलां स्वप्नोपमं लोकमसन्दं श्रवणप्रियम् आशिषो हृदि सङ्कल्प्य त्यजन्त्यर्थान् यथा वणे रजसत्त्वतमो निष्ठा रजसत्त्वतमोजुषाम् उपासत इन्द्रमुख्यान् देवादीन् न तथैव माम् इष्टेह देवदायज्ञैर्गत्वा त्यंस्यामहे दिवि तस्यान्त इह भूयास्म महाशाला महाकुला एवं पुष्पितया वाचा व्याक्षिप्तमनसां नृणां मानिनां चादिस्तब्धानां मद्वार्तापि न रोचते वेदा ब्रह्मात्मविषयास्त्रिकाण्डविषया इमे परोक्षवादार्षय परोक्षं मम च प्रियं शब्दब्रह्मसुदुर्बोधं प्राणेन्द्रियमनोमयम् अनन्दपारं गम्भीरं दुर्विगाह्यं समुद्रवदे मयोपबृंहिदं भूम्ना ब्रह्मणानन्दशक्तिना भूतेषु घोषरूपेण विसशेर्नवे लक्ष्यते यथोर्ननाभिर्हृदयादूर्णमुद्गमदे मुखात् आकाशाद् घोषवान् प्राणो मनसा स्पर्शरूपिणा छन्दोमयो अमृतमय सहस्रपदवीं प्रभो ओङ्कारादिव्यञ्जितस्पर्श स्वरोष्मान्दस्थभूषितां विचित्रभाषाविददां छन्दोभिश्चदुत्तरैः अनन्दपारां बृहतीं सृजत्याक्षिपदे स्वयं गायतृष्णिकनुष्टब्च बृहती पङ्क्तिरेव च त्रिष्टब्जगदित्यदिच्छन्दो यत्यष्टदि जगद्विराट् किं विधत्ते किमाचष्टे किमूनद्य विकल्पयेत् इत्यसां हृदयं लोके नान्यो मद्वेद कश्चन मां विधत्ते अभिधत्ते मां विकल्प्याबोह्यते त्वहम् एतावान् सर्ववेदार्था शब्दास्थाय माभिधां मायामात्रमनुद्यान्ते प्रतिषिध्य प्रसीदति श्रीहरये नमः इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायाम् एकादशस्कन्धे एकविंशतितमोऽध्यायः सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द।